ഞാനിന്ന് രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ ഒരുക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. കാരണം ഇന്ന് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേഗപ്പണിയിലാണ്. പിന്നെ ഏതായാലും ദോശയാണ്. അപ്പോൾ ഞങ്ങൾ ദോശയും ചോറും ചോറ് വയ്ക്കുമ്പോഴും മാത്രമാണ് ഇവിടെ പുറത്ത് കത്തിക്കട്ടോ. പിന്നെ ബാക്കി ഗ്യാസിൽ തന്നെ വയ്ക്കും. ദോശ എന്തായാലും ഈ വിറകടുപ്പിൽ ചുടുമ്പോഴുമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ദോശയൊക്കെ അങ്ങനെ ചുട്ട് കൂട്ടുന്നുണ്ട്. നാത്തൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല വേണം. ചിക്കൻ കറിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും നല്ലോണം തിന്നും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒപ്പം പണിയെടുക്കുമ്പോൾ ആരും കൂടരുത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ ഫുഡാണെങ്കിൽ ഞാൻ തന്നെ ഇത് ഫുള്ളും ഉണ്ടാക്കി തീർക്കണം. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കി, അത് കഷ്ണം ഞാൻ വെച്ചു. പിന്നെ കറി അരയ്ക്കാൻ ഒരാൾ, അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറീൻ്റെ പണി ഫുള്ളും ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചോറിന് ദോശ ആയപ്പോൾ തന്നെ ചോറിന് വെള്ളം വെച്ച്, പിന്നെ അതുപോലെ പിന്നെ പല്ലം ഒക്കെ തേക്കാൻ നിന്നു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. പിന്നെ പല്ലമ്മൊക്കെ കഴുകി അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ ഏട്ടൻ്റെ മൂത്തച്ചി അങ്ങനെ ഞങ്ങളും കൂടെ പോയിട്ട് നേരെ ഒരു തൊടിയുണ്ട്. അപ്പോൾ അവിടെ നിറയെ തെങ്ങും പട്ടയും ഒക്കെ ഉണ്ടാവും, വിറകും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അവിടുന്ന് കുറേ വിറകൊക്കെ കൊടുന്നു. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ വിറക്. ഇങ്ങനെ വെറുതെ ചെതലൊടിച്ച് പോവുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അങ്ങനെ അതൊരു കെട്ടാക്കി കൊടുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഏതായാലും കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായിട്ടോ. പിന്നെ ഞാൻ ഏതായാലും ഇന്ന് വീട്ടിൽ പോകുമല്ലോ, ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ വരുമ്പോഴേക്കിന് ചെതൽ പിടിക്കും. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. വിറകൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ കുട്ടീനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി പോരുമ്പോൾ അങ്ങനെ 2-3 പട്ടയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടും. വെറുതെ എന്തായാലും ആ തൊടിക്കാർക്ക് എന്തായാലും ആവശ്യമല്ല, അതൊക്കെ ഒരു വെറുതെ അവിടെ ഇടലാണ്. ചെതലൊടിച്ച് പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ കൊടുന്ന വിറകുകൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ വെട്ടി ഇനി ഏതായാലും ആയതൊക്കെ ഒരു അകത്ത് കൊണ്ടുവയ്ക്കട്ടെ. എന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു അതുണ്ട്, വിറകെട്ടിയുണ്ട് ചെറുത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചാൽ വരുമ്പോഴേക്ക് അത് സേഫായിട്ടുണ്ടാവും. വിറകല്ലേ, അത് പിന്നെ നമ്മളൊരു വീക്ക്നെസ്സാണ്. അങ്ങനത്തെ വിറകൊക്കെ അവിടെ കണ്ടാലും ഒരു കൊതിയാണ്. അങ്ങനെ അതൊക്കെ ഞാൻ ഏതായാലും ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓലക്കൊടിയും കാര്യങ്ങളും കൂടെ ഉണ്ട്, അതൊക്കെ കൂടെ ഒന്ന് വെട്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മഴയും വൈകുന്നേരമായ ഒരു മൂടലാണല്ലോ, അപ്പോൾ അതും പേടിയാണ്. അപ്പോൾ അതൊക്കെ പുറത്തപ്പോൾ ഒക്കെ വേഗം വെട്ടി വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ. പോയാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ നിൽക്കുകയും ചെയ്യാം. അത് വെട്ടിയിട്ടില്ലല്ലോ, എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്നൊരു പേടിയില്ല. ഉള്ളതാണ് കളയണ്ട, ഉള്ള വിറകട് കളയണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി ഒതുക്കി വെക്കുകയാണ്. ഓലക്കൊടി കുറേ ഉണ്ട് കേട്ടോ, വിറകാണ് കുറവ്. ഓലക്കൊടി പിന്നെ ഇങ്ങനെ തെങ്ങുമ്പട്ട ഇന്ന് ഞാൻ മോനെ അങ്കലാടി കൊണ്ടാക്കി പോരുമ്പോഴങ്ങനെ പോരുന്ന വഴിയിൽ തന്നെയാണ് ഈ തൊടി. അപ്പോൾ അവിടുന്ന് അങ്ങനെ 2-3 അങ്ങനെ വലിച്ചു കൊണ്ടുവരുകൊണ്ട് ഓലക്കൊടി ഇഷ്ടം പോലെ ഉണ്ട്. വിറക് പിന്നെ കുറച്ച് കുറവാണ്. പിന്നെ ഗ്യാസുമേൽ വയ്ക്കുന്നതുകൊണ്ട് ചോറ് മാത്രമല്ലേ വിറകടുപ്പിൽ വയ്ക്കാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വിറകൊന്നും മേടിക്കൂല, വിറകിനൊക്കെ നല്ല വിലയാണ്. 3-3.5 ഉറുപ്പ്യൊക്കെ വിറകിന് കൊടുക്കണം. പിന്നെ ഞാൻ ഏതായാലും അങ്കലാടി പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പണിയും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും തന്നെ അങ്കലവാടിക്ക് കൊണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആ തൊടിയിൽ കൂടെ ഒക്കെ നടന്ന് കുറച്ചവിടെയൊക്കെ വലിച്ചൊക്കെ കൂട്ടും. പിന്നെ അങ്ങനെ ടൈം കിട്ടുമ്പോൾ പോയി വലിച്ച് കൊണ്ടുവരും. അങ്ങനെ ആ മേലെ കമ്പി കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇട്ടാൽ മതി. അവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ, അവിടുന്ന് നോക്കിയാൽ കാണും തൊടി. അപ്പോൾ പിന്നെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്, ആരും അങ്ങനെ പോകില്ല. ഒക്കെ ഞായറാഴ്ച ലീവാവും കിട്ടുന്നത്. അപ്പം തന്നെ വീട്ടിൽ തന്നെ പണി തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ പിന്നെ ആർക്കും തെങ്ങുമ്പട്ടയും കാര്യമൊന്നും കൊണ്ടുവരാനൊന്നും ടൈം ഉണ്ടാവില്ല. ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് എനിക്ക് കുറേ ടൈമുണ്ട്. അങ്ങനെ ഇനി ഇത് കണ്ട് അവർ സഹതപിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഒരു രസം. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ തന്നെ ഒരുക്കി വെച്ചാൽ പിന്നെ ഒന്ന് കേൾക്കണ്ടല്ലോ. മറ്റേതറിയുന്നത് എല്ലാതും ഞാനാ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ. പക്ഷെ അതിന് ഞാൻ കൊടുക്കില്ല.
ഇടം കൊടുക്കില്ല. ഞാൻ തന്നെ ഒക്കെ കൊണ്ടട്ടെ. എന്നെക്കൂട് കഴിഞ്ഞേ ചെയ്യും, അത് വേറെ കാര്യം. കത്തി കൊണ്ടൊക്കെ അല്ല വെട്ട്, 5-6 വെട്ടാണ്. കത്തിയൊന്ന് പോയാൽ പോയി. അല്ല കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ വെട്ടിയിടാനൊക്കെ കുഴപ്പമില്ല, സുഖം തന്നെയാണ്. അപ്പോൾ ഓലക്കൂടി അങ്ങനെ ഓരോ ചുട്ടും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ വെട്ടിക്കൂട്ടി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയും കൂടി വെട്ടാണ്ട്. മഴക്കാലമല്ലേ വരുന്നത്, അപ്പോഴേക്കും കുറച്ചും കൂടെ ഓലക്കൊടിയൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ ആ